എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യവും നമ്മുടെ മുൻപ് സംസാരിച്ച രണ്ടുപേരും പറഞ്ഞു. ചിങ്ങം 1 കർഷക ദിനമാണ്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഒരു 16 കർഷകരെ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ മികച്ച ഒരു 16 കർഷകരെ ആദരിച്ചിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സാറ് പറഞ്ഞ പോലെ രാവിലെ വയ്ക്കാനതിൻ്റെ റീസൺ അത് തന്നെയാണ്. കാരണം നമുക്ക് രാവിലെ എല്ലാ കൃഷിഭവനിലും കേരളത്തിലെ എല്ലാ കൃഷിഭവനിലും പരിപാടികളുള്ളതാണ്. മികച്ചൊരു നമ്മുടെ സംസ്ഥാനത്തിന്റെ തലത്തിൽ തന്നെ മികച്ചൊരു ഹൈടെക് കർഷകനെ നമ്മുടെ ബ്ലോക്കിൽ നിന്നാണ് തെരഞ്ഞെടുത്ത് ആദരിച്ചിരിക്കുന്നത്. ശ്രീ പുഷ്പഹാസ് വളരെ അറിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം 3500-4000 സ്ക്വയർ ഫീറ്റിലാണ് അദ്ദേഹം പോളി ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയും അതുവഴി ആധുനിക കൃഷി രീതിയാണ് ശരിക്കും പറയാൻ എല്ലാവരും കാണേണ്ടതാണ്. പ്രധാനമായിട്ടും സാലഡ് കുക്കുംബറാണ് പുള്ളി കൃഷി ചെയ്ത് വിപണനം നടത്തുന്നത്. 4000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. പോളി ഹൗസ് ആണ്, സാധാരണ കൃഷിയല്ല. നല്ല മുതൽ മുടക്കുണ്ട്, സബ്സിഡിയും അവയിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും പുള്ളിയുടെ ഒരു എഫേർട്ട് ഇല്ലാതെ അത് ഇത്ര വിജയകരമാവത്തില്ല. അതവിടെ പോയി കാണേണ്ട ഒരു കൃഷി തന്നെയാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവിടെ ആ കൃഷി ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാ ജില്ലകളിൽ നിന്നും പല സ്ഥലത്തു നിന്നും അപേക്ഷകൾ തരാം. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കണതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. അപ്പോൾ ഉള്ളതിൽ മികച്ചതായിരിക്കും എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അവസരം കിട്ടുമ്പോൾ നിങ്ങളൊന്ന് പോയി സന്ദർശിക്കുക, കാണുക. പിന്നെ ഇന്നത്തെ നമ്മുടെ വിഷയം ആധുനിക കൃഷി രീതിയും കീടപ്രതിരോധ മാർഗം. കർഷകരുടെ അടുത്ത് ചെല്ലുമ്പോഴേ ആദ്യമേ പറയുന്ന പ്രശ്നമാണ് കീടവും രോഗവും കയറുന്നു, എല്ലാം നശിക്കുന്നു. എൻ്റെ അവിടെ മുഞ്ഞ കയറുന്നു, അല്ലെങ്കിൽ തെങ്ങ് അഴുകിപ്പോയി, അല്ലെങ്കിൽ ചെല്ലി കയറിപ്പോയി എന്നുള്ളത് അല്ലേ എല്ലാ കർഷകരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം.